നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം മലപ്പുറത്ത് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ ഡ്രൈവറിനെ കുറച്ചധികം തന്തയ്ക്ക് മുൻപുണ്ടായവന്മാർ, അതായത് ബസ് ഡ്രൈവർമാരാണ് കേട്ടോ, ഇവന്മാർ കൂട്ടം കൂടി തല്ലുകയും മർദ്ദനമേറ്റ ആള് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ മർദ്ദനത്തെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളിലൂടെ അദ്ദേഹത്തിന് വന്നൊരു ഹൃദയാഘാതം എന്നുള്ള പേരിൽ ഈ ആക്രമിച്ച, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ തന്തയില്ലാത്തവന്മാരെന്ന് പറഞ്ഞ ബസ് ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ അവർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്, നരഹത്യക്ക് കേസെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെയായിട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് അതില്ലാതിരിക്കുകയായിരുന്നു. കാരണം പുതിയ കുറേ പയ്യന്മാർ ഈ ലഹരിക്ക് അടിമയായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുന്ന തെറ്റുകൾ കാരണം ഇതൊക്കെ കുറേയൊക്കെ മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും ബസ്സുകാരും ഓട്ടോക്കാരും അല്ലെങ്കിൽ ഓരോ തൊഴിൽ ചെയ്യുന്ന മേഖലയിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷം പതിവായിരുന്നു. പിന്നീട് അതിനുശേഷം അത് നിന്ന് വന്നിരുന്നതാണ്. ഇപ്പം വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് സംഭവം തുടക്കം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ലത്തീഫ് എന്ന് പറയുന്ന നമ്മുടെ ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ആള്, അദ്ദേഹം ഓട്ടോ ഒരു സൈഡിൽ നിർത്തിയിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് അവിടുന്ന് വരുന്നുണ്ട്. വൈഫിനെ കൊണ്ടുവരാനായിട്ട് വണ്ടി നിർത്തിയ സമയത്ത് ബസ് പുറകിൽ നിന്ന് വരികയും ആ ബസ്സുകാരന്മാർ ഇവരുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. സാധാരണ നമുക്കറിയാം ഓട്ടോക്കാർ നേരത്തെ വന്ന് ബസ് വരുന്നതിന് മുൻപ് തന്നെ ആളുകളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ആ ഒരു ഓട്ടം ബസ്സിന് കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് ഇവർ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതും ആ രീതിയിൽ തന്നെ അവർ കൺസിഡർ ചെയ്തു. ഈ വരുന്നത് യാത്രക്കാരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ അവരുടെ ഫോട്ടോ എടുത്തു. ഇവരറിയുന്നില്ല അദ്ദേഹത്തിന്റെ വൈഫാണ് വരുന്നതെന്നുള്ളത്. അദ്ദേഹം കാര്യം പറഞ്ഞു, വൈഫാണ് വന്നതെന്നുള്ളത് പറഞ്ഞു. ഫോട്ടോ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ആ ബസ്സിൽ നിന്ന കണ്ടക്ടറായിട്ടുള്ള തന്റെ ആരെന്ന് പോലും അറിയാത്തവൻ പറഞ്ഞത്, അത് ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഒരുത്തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാനും അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറയുമ്പോൾ തിരിച്ചിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലോ? അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച സമയത്ത് ബസ് എടുത്തിട്ട് ഓട്ടോയുടെ കുറുകെ ഇടുകയും അതിനുശേഷം ഇറങ്ങി വന്ന് അദ്ദേഹത്തെ തല്ലുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ ഇപ്പോൾ പ്ലേ ചെയ്യാം. അത് ക്രൂരമായിട്ട്, അതായത് എന്തെങ്കിലും ഒരു തിരിച്ചു തല്ലത്തില്ല എന്ന അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവ തിരിച്ചു തല്ലില്ല എന്ന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുപേര് കൂടുമ്പോൾ വരുന്ന ഒരു ആണത്തമുണ്ട്. അതാണ് ഈ ബസ്സുകാരന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നത്. അതായത് ബസ്സിൽ ഇവന് കണ്ടക്ടറും ഡ്രൈവറും ഉണ്ട്. ഇവന്മാർ വലിയ എന്തൊക്കെയോ മറ്റേതാണെന്നുള്ളൊരു വിചാരമുണ്ട്. ഇവനൊക്കെ സ്വന്തമായിട്ട് അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അവന്മാർ അപ്പുറത്തേക്ക് നാട്ടുകാരെ ചിലപ്പോൾ കാണിച്ചു തരും. അങ്ങനെയുള്ളവന്മാരാണ് ഈ പറയുന്ന ആ ഒരു പാവം പിടിച്ച ഓട്ടോക്കാരനെ തല്ലിക്കൊന്നത്. ആ വീടിന്റെ എല്ലാമായിരുന്നു, അല്ലെ ആ വീടിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഓടുന്ന ഒരു ഓട്ടോക്കാരനെ തല്ലിക്കൊന്നപ്പോൾ നിനക്കൊക്കെ എന്ത് കിട്ടണം? നിനക്കൊന്നും പറയാൻ തന്തയും തള്ളം കാണില്ല, പക്ഷെ അദ്ദേഹത്തിന് ചോദിക്കാനും പറയാം. അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, അദ്ദേഹത്തിന് അച്ഛനും അമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബമല്ലേ നീക്ക് അനാഥമാക്കിയത്? ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, എല്ലാവരും ചേർന്ന കൈകളൊക്കെ പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു അല്ലേ? ഒരുപാട് പേരെ കാണാനാകുന്നുണ്ടല്ലോ ദൃശ്യങ്ങളിൽ. ഈ മർദ്ദനത്തിന്റെ സമയത്ത് പിടിച്ചു മാറ്റാൻ വേണ്ടിയും മറ്റും ആളുകൾ ഓടിക്കൂടിയതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതേസമയം തന്നെ ഈ മർദ്ദിക്കുന്നതിനിടയിൽ ഒരു സ്റ്റൂൾ ഇവരുടെ കയ്യിൽ കാണുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ദൃശ്യത്തിൽ വ്യക്തമല്ല. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ആരോപിച്ചിരുന്ന ഒരു കാര്യം, ബസ് ജീവനക്കാർ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിനെ സാധൂകരിക്കും വിധമുള്ള ഒരു ഉപകരണം ഇവരുടെ കയ്യിൽ കാണുന്നുണ്ട്. അത് ആര് കൊണ്ടുവന്നതാണ് എന്ന് നമുക്കിതിൽ വ്യക്തമല്ല എങ്കിൽ കൂടി അത് പിടിച്ചു വലിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നതൊക്കെ ദൃശ്യത്തിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല ബസ് കണ്ടക്ടർ വന്ന് ഈ അബ്ദുൽ ലത്തീഫിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് ആളുകൾ പിടിച്ചു മാറ്റുന്നതുമെല്ലാമാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത് ഈ മർദ്ദനം തുടങ്ങി അല്പസമയത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം മറ്റു ആളുകൾ കൂടി ഓടിക്കൂടിയിട്ടുണ്ട്. ഹെൽമറ്റ് അടക്കം ധരിച്ച ആളുകൾ ഇങ്ങോട്ട് ഓടിക്കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ മർദ്ദനം കണ്ടതിന് ശേഷം സമീപത്ത് കൂടെ ബൈക്കിലും മറ്റും പോയ ആളുകളും സമീപത്തുണ്ടായിരുന്ന ആളുകളും ഒക്കെ വന്ന് പിടിച്ചു മാറ്റുന്ന ഘട്ടത്തിലുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പോലും ഈ ഒരു മരണം സംഭവിച്ചതിന് ശേഷം നമ്മുടെ ഈ ലത്തീഫ് എന്ന് പറയുന്ന ആളുടെ മകളെയും കൊണ്ട് ആ ഒരു ഓട്ടോയിൽ വേറൊരാൾ പോകുന്ന സമയത്ത്, ആശുപത്രിയിലേക്ക് അച്ഛൻ്റെ മരണ വാർത്ത അറിയിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ മകൾക്കുണ്ടായ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്ത ആ ഡ്രൈവറിന്റെ ഒരു വാക്കുകൾ, അവർ പോലീസുകാരോട് അവരുടെ ഹൃദയം വിങ്ങുന്ന വേദനയിൽ സംസാരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് അതിന് മുന്നിൽ നിൽക്കുന്ന കാക്കിയിട്ടൊരു മാന്യനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്ത് നിങ്ങളൊന്ന് കണ്ടുപോക്കാം. ഞാൻ കണ്ടതാ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആലോചിച്ചോ. നമ്മളെ വീട്ടിലാണെങ്കിലോ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, വെല്ലുമീൻ്റെ ഉള്ളിയുണ്ട്. അറിയോ? എന്റെ വണ്ടി ഞാനാ തറവാട്ട് കൊണ്ടാക്കി കോഴിക്കോട്ട്.
അപ്പൊ അറ്റങ്ങൾ കഴിഞ്ഞാൽ സാരും ചേട്ടാന്ന് പറയും. ഞാൻ എന്താ പറഞ്ഞു അവരോട്? ഇപ്പൊ മരിച്ചുപോയി സാരും ചേട്ടാന്നോ പറയാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയാള് പറയും. ഞങ്ങളും മനുഷ്യന്മാരാണ്. ഓരോ ബാക്കി ഞങ്ങൾ ബാക്കിയാണ്. ഞങ്ങൾ ബാക്കിയാണ്. പട്ടിന് കിടക്കണേ 500 രൂപ ആണ് സാറേ. പട്ടിന് കിടക്കണേ 500 രൂപ നമുക്ക് പിന്നെ 10 രൂപ വാങ്ങാൻ നിയമം കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ആയാലും കൈവെക്കാതെ അവകാശം ഒരാളൊരു കാര്യത്തെ പറ്റി, അതും ഒരാളെ തല്ലി കൊന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ, നമുക്ക് സംരക്ഷണം തരേണ്ട നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പുച്ഛത്തോടുള്ള നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഈ കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ബസ്സുകാരന്മാരെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. നീയൊക്കെ പോയിട്ട് എന്തും വേണമെങ്കിലും ചെയ്തോ, നിന്നെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ആ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓട്ടോക്കാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് പല പാർട്ടി നേതാക്കൾക്കും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ബസ് കത്തിച്ച് കളയാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ആ ബസ്സിന്റെ സർവീസ് നിർത്താൻ പറ്റില്ലേ? ഇവന്മാരെ നല്ല തല്ലു കൊടുത്തവന്മാർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലേ? ഈ പറയുന്ന നമ്മുടെ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആളിനെ കൊന്നതിന് ശേഷം ഇവന്മാർ സർവീസ് നടത്തിയെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരുന്നത്. അപ്പൊ നമുക്ക് 24 ന്യൂസിൽ വന്ന ഒരു വാർത്തയും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിനെ ഇന്ന് രാവിലെയാണ് വടക്കേമണ്ണയിൽ വെച്ച ബസ് ജീവനക്കാർ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ച് അവശനാക്കിയത്. അതിനുശേഷം ഓട്ടോറിക്ഷ എടുത്ത് അദ്ദേഹം മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചുവെന്നുണ്ടെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഈ മരണത്തിന്റെ കാരണം ഹൃദയാഘാതം എന്നുള്ളതാണ്. ഈ ഹൃദയാഘാതത്തിലേക്ക് പക്ഷേ നയിച്ചത്, അതിലേക്ക് എത്തിയത് ഈ മർദ്ദനമാണ്. ഈ മർദ്ദനത്തെ തുടർന്നുണ്ടായ ടെൻഷൻ കൂടിയതാണ്, ഒപ്പം തന്നെ രക്തസമ്മർദ്ദം കൂടിയതുമാണ് ഈ ഒരു മരണ കാരണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഹൃദയാഘാതം സംഭവിച്ചത് എന്നുള്ളതുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഹൃദയാഘാതം മൂലമാണ് ഇപ്പോൾ അബ്ദുൽ ലത്തീഫ് മരിച്ചിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് നയിച്ചത് ഈ മർദ്ദനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നരഹത്യാ വകുപ്പ് ഈ പ്രതികൾക്കെതിരെ ചുമത്തും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. 3 പ്രതികളാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി പോകും. ആദ്യമൊക്കെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെയാണ് ചുമത്തിയിരുന്നത്. അതിപ്പോൾ നരഹത്യ എന്നുള്ള വകുപ്പ് തന്നെ ചുമത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അത് പ്രകാരമായിരിക്കും പോലീസ് കേസെടുക്കുകയും ചെയ്യുക. കണ്ടില്ലേ, 2 കൂട്ടർ ഇറങ്ങിയത് പണത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബം ശിഥിലമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കൂടി ചെയ്താലോ? ബസ്സുകാരന്മാർക്ക് എന്ത് തോന്നിവാസം ആവാം എന്നൊരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയുടെ പുറത്ത് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അവന്മാർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നടക്കുന്നത്. ഇനി അവന്മാർക്കെതിരെ കേസ് വന്നാലും അവന്മാർ നൈസായിട്ട് ഊരി പോകുന്ന അവന്മാർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഈ രീതിയിൽ കൈയേറ്റം ചെയ്തിരിക്കുന്നത്. ഒരു സർവീസ് ഓരോ ഓട്ടം പലരും 10 രൂപ ടിക്കറ്റ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളെ തല്ലേണ്ട ആവശ്യം എന്താണ്? ഇതെന്താ വെള്ളരിക്കാപ്പട്ടണോ? ഇവിടെ ഒന്നും ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഇവന്മാർ ഈ തന്തയില്ലായ്മ കാണിക്കുന്നത്. ഇതിന് തക്കതായ മറുപടി കൊടുക്കണം. ഇനി മേലെ ഇങ്ങനത്തെ ഒരു പരിപാടി ആവർത്തിക്കരുത്. ആ ബസ് തന്നെ കത്തിച്ച് കളയാൻ പറ്റി കത്തിച്ച് കളയാം, അല്ലെങ്കിൽ ആ ബസ് സർവീസ് ഇനി അവിടെ നടത്താനേ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ കാണുമല്ലോ, ഒരു ദിവസം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ വേറെ ന്യൂസ് വരുമ്പോൾ അവരെ പറ്റി നമ്മൾ അറിയില്ല.